ഹലോ, അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. കുറച്ച് ഷോർട്ട് വീഡിയോസും കുറച്ച് റീൽസും മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ഇടുകയാണ്. അപ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. അടുത്ത പ്രാവശ്യം അത് പരിഹരിക്കും. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പോയത് ഇല്ലിക്കക്കല്ലിനായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കാണിത്. പാലാട്ടോ. പാലായിൽ ഞാൻ റീൽസിൽ കണ്ടുള്ള എൻ്റെ പേര് ഗോളി സോഡ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ സാധനം ഞങ്ങൾ ട്രൈ ചെയ്തു, അടിപൊളിയായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടെ കുടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം പോയതുകൊണ്ട് ഞങ്ങളത് മാറ്റി വെച്ചു. പിന്നീട് ഒരിക്കലാവാമെന്ന് ഓർത്തു. അപ്പം ഞങ്ങൾ 4 പേരും അത് ട്രൈ ചെയ്തു. സത്യം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് മടുപ്പൊന്നും അടിക്കത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇല്ലിക്കക്കല്ല് പോകുന്ന വഴിക്ക് ഒരു ചാമ്പ കണ്ടു. എന്നാൽ കുറച്ച് ചാമ്പങ്ങ പറിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ അവിടെ ഒരു വീട്ടിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചോട് എന്ന് ചോദിച്ചു, കുറച്ച് ചാമ്പങ്ങ പറിച്ചോട്ടെ എന്ന്. അമ്മച്ചി പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പറിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു കൂടൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് കുറേ ചാമ്പങ്ങയൊക്കെ പറിച്ചു. ഇത് കൊണ്ടുവന്ന് വണ്ടിയിലോട്ട് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കണ്ടില്ല. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഇല്ലിക്കക്കല്ലിലേക്കാണ് പോയത്. ഇല്ലിക്കക്കല്ലിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ കാണുന്നൊരു മലയുണ്ട്, അവിടേക്കാണ് പോയത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ എനർജി വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ പതിയെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കയറി. ഞങ്ങളുടെ പുറകെ എല്ലാവരും വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാണ് പോയത്. പക്ഷേ ഞങ്ങളങ്ങ് മേളിൽ ചെന്ന് തിരിച്ച് നോക്കിയപ്പം ഞാനും അവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചമ്മി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കണ്ടോ, പാറയൊക്കെ നല്ല തെന്നി കിടക്കുവാണ്. ഞങ്ങളവിടെ പോയി കുറച്ച് റെസ്റ്റൊക്കെ ഇരുന്ന്. പുറകെ വരുന്ന ആൾക്കാർ മടിയന്മാരവിടെ ഇരിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ കയറി വന്ന് പിന്നെ ഞങ്ങൾ പറഞ്ഞ് നടക്കുകയല്ല, നമുക്ക് തിരിച്ച് പോയേക്കാം, മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പതിയെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞാൽ ഇല്ലിക്കക്കല്ലിൽ നേരെ പോകാമെന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ഇല്ലിക്കക്കല്ലിൽ പോകാമെന്ന് പറഞ്ഞ് അവിടെ പോയി. അവിടെ ചെന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ജീപ്പിന് കയറി. ഞങ്ങൾ 4 പേരും കേട്ടോ. ടിക്കറ്റ് ഒന്നും ഓർമ്മയില്ല എത്രയാണെന്നൊന്നും. അവിടെ ഞങ്ങളിങ്ങനെ കയറി നടന്ന് ചെന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കയറി ചെന്ന് ഈ ഇല്ലിക്കക്കല്ല് കാണാൻ മേളിൽ കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. മടിയന്മാരും മടിച്ചിയും അവിടെ ഇരുന്നിട്ട് ഞാൻ മാത്രമേ മേളിൽ കയറുള്ളൂ. അതിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. കയറി ചെന്നപ്പോൾ ഇതാണ് അവസ്ഥ. കോട കാരണം നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. ചെന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പം മാറുമായിരിക്കും. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചെറിയ പൊടി മഴയൊക്കെ പെയ്തു. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 5:15 ആയി കേട്ടോ. 6 മണി വരെയൊക്കെ ആൾക്കാരെ കയറ്റുന്നുണ്ടായിരുന്നു അന്നേരത്തേക്കും. പക്ഷേ കോട ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് തിരിച്ച് പോകുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. വണ്ടി വന്ന് പാർക്ക് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പാർക്ക് ചെയ്ത് അതുപോലെ തന്നെ തിരിച്ച് പോകുന്നത് കാണാൻ പറ്റി. പിന്നെ അവിടെയൊക്കെ ഒന്ന് കുറേ നിന്ന് റീൽസും അതും ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ഫ്രണ്ട് പോകുന്ന എൻ്റെ കൂട്ടുകാരിയാണ്. അവളെ വൈറലാക്കാൻ പറഞ്ഞ് അവൾ ഹായ് ബൈ ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഭയങ്കര കണ്ടോ, നിങ്ങൾക്ക് അവിടെ കണ്ടറിയാം, ഭയങ്കര വൈബായിരുന്നു. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് നേരെ താഴെ ചെന്ന് അവിടെ നിന്ന് വീണ്ടും ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും താഴേന്ന് ജീപ്പ് കയറി വന്നിട്ടുണ്ടായിരുന്നു. ജീപ്പ് വന്നു, ഞങ്ങളത് കയറി നേരെ താഴെ ഇറങ്ങി. അവിടെ ഞങ്ങളുടെ വണ്ടി എടുത്ത് പോകുന്ന ഇതാണ് ഈ കാണുന്നത് വെച്ചാൽ നല്ല മഞ്ഞോ എന്തോ നല്ലൊരു പറയാൻ പറ്റത്തില്ലാത്ത നല്ലൊരു പ്രകൃതിയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വന്നത് പാലായി വന്നു കഴിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ 9 മണിയായി. അപ്പം ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.